ഇടുക്കി പൂപ്പാറയിലെ 56 കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം. പുഴ, റോഡ്, പുറമ്പോക്ക് ഭൂമി കയ്യേറി കെട്ടിടങ്ങൾ നിർമ്മിച്ചവർക്കെതിരെയാണ് നടപടി ഒഴിപ്പിക്കേണ്ടി വരുന്നത്. വ്യാപാര സ്ഥാപനങ്ങളും വീടുകളുമാണ് ഒഴിപ്പിക്കേണ്ടി വരിക. ഇവരുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, പുഴ, റോഡ്, പുറമ്പോക്ക് ഭൂമി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ കൂടി. ഇടുക്കി പൂപ്പാറയിലെ 56 കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യണമെന്നാണ് ഹൈക്കോടതി വിധിയിലുള്ളത്. പ്രധാനമായും ഈ പൂപ്പാറയിൽ നിരവധി ആളുകളാണ് ഈ പൂപ്പാറ പന്നിയാർ പുഴ കയ്യേറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പന്നിയാർ പുഴ കയ്യേറിയിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ റോഡ് പുറമ്പോക്ക് കയ്യേറിയിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള 56 പേരുടെ ഭൂമി തിരിച്ചു പിടിക്കാനാണ് നിലവിൽ ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചത്. ഇത് പ്രകാരം റവന്യൂ വകുപ്പ് അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെതിരെ പ്രതിഷേധം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാനമായും ഈ തങ്ങൾ കയ്യേറ്റക്കാരല്ല കുടിയേറ്റക്കാരാണ് എന്നുള്ള ഒരു കാര്യമാണ് ഈ ഇവിടെയുള്ള ആളുകൾ പ്രധാനമായും പറയുന്നത്. ഈ വ്യാപാര സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വീടുകളുമാണ് ഒഴിപ്പിക്കേണ്ടവയിൽ കൂടുതലായി ഉള്ളത്. അതിൽ വീടുകളാണ് കൂടുതൽ ഉള്ളത് എന്നാണ് പറയുന്നത്, കൂടുതലായി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒഴിപ്പിക്കപ്പെട്ടാൽ എവിടേക്ക് പോകുമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയിലാണ് ഇവിടെയുള്ള ജനങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് തങ്ങളുടെ ഭാഗം കേൾക്കാതെയുള്ള ഒരു വിധിയാണ് പ്രധാനമായും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിലൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. ഈ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ അടുത്ത ദിവസം തന്നെ വീണ്ടും കോടതിയെ സമീപിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ഒരു കയ്യേറ്റവുമായി ബന്ധപ്പെട്ട തുടർ നടപടികളുമായി മുമ്പോട്ട് പോകാനാണ് റവന്യൂ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ശരി, സുബിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.